ആഭ്യന്തര വകുപ്പിൽ ഉള്ള സർക്കാരിൻ്റെ കയ്യിലുള്ള ഒരു ഫയൽ ഒരു കാരണവശാലും ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിന് പരിശോധിക്കാൻ പറ്റില്ല. ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് പത്രവാർത്ത വന്നു എന്നാണ്. പത്രവാർത്ത മാത്രമല്ലല്ലോ, നമ്മുടെ കയ്യിൽ ഒരുപാട് ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ. ജയിൽ സൂപ്രണ്ട് കമ്മീഷണർക്ക് കൊടുത്തിരിക്കുന്ന കത്ത്, 3 പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് വന്ന് രമയുടെ മൊഴിയെടുത്തിരിക്കുന്നത്, ഈ സംഭവം പറഞ്ഞ് അന്നും മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വെറുതെ ആ പറയുന്നതിൽ നിന്ന് യാതൊരു കാര്യമില്ല. അദ്ദേഹം സർക്കാരിന് വേണ്ടി മറുപടി പറയാൻ സ്പീക്കർക്ക് പാടില്ല. അത് ചെയ്തത് അനൗചിത്യമാണ്. ഇപ്പം ഇന്നിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന് രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യങ്ങൾ സ്പെസിഫിക്കായ ചോദ്യങ്ങളാണ്. വടകര പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വ്യാജ പോസ്റ്ററിൻ്റെ നിർമ്മിതിയും അതിൻ്റെ പ്രചരണവുമാണ്. അതിൽ നിന്നുള്ള മറുപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേറെ ഈ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ സൈബർ കേസുകളെക്കുറിച്ച് പറയുകയാണ്. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സൈബർ കേസ് അവർക്ക് ചോദിക്കണമെങ്കിൽ അവർക്ക് വേറെ ചോദ്യം ചോദിക്കാമല്ലോ. അപ്പോൾ നിയമസഭാ നടപടികളെ മുഴുവൻ ദുരുപയോഗപ്പെടുത്തുക, അതിന് മന്ത്രി കൂട്ടുനിൽക്കുകയാണ്. മന്ത്രി അതിനനുസരിച്ചുള്ള മറുപടികൾ പറഞ്ഞ് ഈ മറുപടികളിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതേ സ്പീക്കറായിരുന്ന ഒരാളാണ്. ചോദ്യം സ്പെസിഫിക്കായിട്ടുള്ള ചോദ്യം വന്നിട്ട് ആ ചോദ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റു ചോദ്യങ്ങൾ ചോദിച്ച് ഈ വിഷയത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് ഓടി നടന്നിന്ന് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്ത് ബഹളം ഉണ്ടാക്കാനും ഇതുപോലത്തുള്ള പ്രകോപനപരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്ത് ഫ്ലോറിൻ്റെ ചുമതല പൊതുമരാമത്ത് മന്ത്രിയാണോ ഏൽപ്പിച്ചതെന്ന് സംശയം തോന്നുമായിരുന്നു. മാധ്യമങ്ങളെ കൂടി പറഞ്ഞു, മാധ്യമങ്ങൾ കൂടി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവിടെ വളരെ വ്യക്തമല്ലേ, ഞങ്ങളെന്താ പറഞ്ഞത്? ഹൈക്കോടതി വിധിയുണ്ട്, ശിക്ഷാ ഇളവ് കൊടുക്കാൻ പാടില്ല. നേരത്തെ തന്നെ 2018 ഉത്തരവുണ്ട്, പൊളിറ്റിക്കൽ മർഡർ കേസുകളിലെ പ്രതികൾക്ക് 14 വർഷം പൂർത്തിയാകാതെ ശിക്ഷ ഇളവ് കൊടുക്കാൻ. 2022 ഇവരത് പുതിയ അമെൻമെൻറ്റ് കൊണ്ടുവന്നത് മാറ്റി. പ്രിസൺ ആക്ടിലെ പ്രൊവിഷനും ഇവർ മാറ്റി ഗവൺമെൻറ് ഉത്തരവിലുണ്ട്. എന്നിട്ട് ശിക്ഷാ ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജയിൽ സൂപ്രണ്ട് കൊടുക്കുന്നു. അത് ജയിൽ മേധാവിക്ക് വരെ വന്നിട്ടാണ് ആ ഫയൽ തിരിച്ചു പോകുന്നത്. ജയിൽ മേധാവി കൂടി കണ്ട ഫയലാണ് ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുക്കുന്നത്. മന്ത്രി പറഞ്ഞത് എന്താ? 3-ാം തീയതി ഹോം സെക്രട്ടറിയുടെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒരു ഉത്തരവിറക്കി, ഇത് പാടില്ലാന്ന്. ഹോം സെക്രട്ടറി ആരാ? ശരിക്കും DGPയുടെ മീതെയുള്ള ആളാണ് ഹോം സെക്രട്ടറി. ആ ആഭ്യന്തര സെക്രട്ടറി ഇറക്കിയ ഒരു ഉത്തരവിറക്കിയിട്ടും ഈ 3 പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് വന്ന് രമയുടെ മൊഴിയെടുത്ത സാഹചര്യം എന്താ? അതല്ലേ പറയേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ ഇന്നലെ ചോദിച്ചത്. ഹോം സെക്രട്ടറിയുടെ മീതെ പറക്കുന്ന പരുന്താരാ? അതിൻ്റെയും മീതെ പറക്കുന്ന പരുന്ത് ആഭ്യന്തര വകുപ്പിൽ. അപ്പോൾ വേറെ ആളുകളാണ് ഇത് ഭരിക്കുന്നത്, വേറെ ആളുകളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് ഇത്രേ പ്രശ്നമുള്ളൂ. ആ കിടക്കുന്ന പ്രതികൾ ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവരെ. കാരണം ലാർജർ കോൺസ്പിറസി ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പുറകിലുണ്ടെന്ന്, ഈ കൊലപാതകത്തിൻ്റെ പുറകിൽ. ആ ഗൂഢാലോചനയിൽ പങ്കാളികളായ CPM നേതാക്കന്മാരുടെ പേര് പുറത്തു പറയും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. പിന്നെ എങ്ങനെ ഇത് എന്താണ് അഭ്യൂഹമാണ്? എങ്ങനെ അഭ്യൂഹമാണെങ്കിൽ 3 പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു MLAയുടെ മൊഴിയെടുക്കുമോ? 3 പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അന്നാണെങ്കിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള പിണറായി വിജയൻ ആ കസേരയിൽ നിന്ന് എണീറ്റ് പോകണം. അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷമാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യണമെന്ന് മന്ത്രിക്ക് സംശയമുണ്ടെങ്കിൽ ആ കസേരയിൽ ഇരിക്കാൻ ശ്രീ പിണറായി വിജയൻ യോഗ്യനല്ല എന്നാണ് MP രാജേഷ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലെ 3 പോലീസ് സ്റ്റേഷൻ ഈ പ്രതിപക്ഷം ആണ് നിയന്ത്രിക്കുന്നത്. പ്രതിപക്ഷം പറഞ്ഞ കേട്ടിട്ടാണ് അവിടുത്തെ SHOമാർ ഈ KK രമയുടെ മൊഴിയെടുത്തതെങ്കിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങളാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതെന്നൊരു മന്ത്രി പറയുകയാണ്. ജയിൽ വകുപ്പ്, ആഭ്യന്തര വകുപ്പൊക്കെ അങ്ങനെയൊന്നും ഞങ്ങളെ വലിയ ആളാക്കല്ലേ.